ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പ്രീ വൈക്യു ചലഞ്ചിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 ചോദ്യപേപ്പറാണ്. നമുക്ക് ചോദ്യം നോക്കാം. 1-ാമത്തെ ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിതയാണ് ഏത്? അയ്യാവഴി. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അരുൾനൂൽ വൈകുണ്ഠ സ്വാമികളുടെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി, അതും ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂല് അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പം 2, 3, 4 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 2-ാമത്തെ ചോദ്യം നോക്കാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കലാപം നടന്നത് 1812 ആ പ്രസ്താവന എന്താണ്? ശരിയാണ് അല്ലേ? കുറിച്യ കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. ആ പ്രസ്താവന എന്താണ്? അത് തെറ്റാണ് അല്ലേ? രാമനമ്പി നേതൃത്വം കൊടുത്തതാണല്ലേ. അപ്പോൾ രാമനമ്പിയെ നിയോഗിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ആ പ്രസ്താവനയും എന്താണ്? തെറ്റാണല്ലേ? പാലിയത്തച്ഛനെയല്ല അല്ലേ? കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ആ പ്രസ്താവന തെറ്റാണ്. വട്ടത്തൊപ്പിക്കാർ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ആ പ്രസ്താവന ശരിയാണല്ലേ? നമ്മുടെ കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് ഇത്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്, അതും തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു, ആ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ആര്? ഹാൻഗാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻഗാങ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഹാൻഗാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. ഹാൻഗാങ്ങിൻ്റെ ആത്മകഥാപരമായ രചനയാണ് ദി വൈറ്റ് ബുക്ക്. അപ്പോൾ 1ഉം 2ഉം 3ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അത് ശരിയാണ് അല്ലേ?
1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്, അതും ശരിയാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പുണ്ടായത്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി, അത് തെറ്റാണല്ലേ. 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായത്, അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? 1, 2, 4 ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്, റഷ്യയിലെ കസാനിൽ. അത് ശരിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അതെന്താണ്? ആ പ്രസ്താവന തെറ്റാണ് അല്ലേ. കസാൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റഷ്യയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആ പ്രസ്താവനയും എന്താണ്? തെറ്റാണ് അല്ലേ. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, അതും തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്, അത് ശരിയാണ്. ബ്രിക്സ് രൂപം കൊണ്ടത് എപ്പോഴാണ്? 2009. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് 2024 കസാനിൽ റഷ്യയിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ 1ഉം 4ഉം ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ISRO സ്ഥാപിച്ചത് 1998 അല്ലേ. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. ആ പ്രസ്താവനയും എന്താണ്? തെറ്റാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. അത് ശരിയാണ് അല്ലേ. ISROയുടെ ആദ്യത്തെ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ് അല്ലേ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ISROയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അത് ശരിയാണ് അല്ലേ. അടുത്തത് 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അത് ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അതും ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അത് തെറ്റാണ് അല്ലേ. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ നമ്മുടെ അൽ അമീൻ പത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദ്യം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 അൽ അമീൻ പത്രം ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ അൽ അമീൻ പത്രം നിരോധിച്ചു. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അത് ശരിയാണല്ലേ. NS മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, അതും കിട്ടിയിട്ടുണ്ട്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന് കിട്ടിയിട്ടുണ്ട്. കേരള ജ്യോതി പുരസ്കാരം MK സാനു, അതും ശരിയാണ്.
MK സാനുവിന് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. അത് തെറ്റാണല്ലേ. വിനയചന്ദ്രന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 തെറ്റായ ജോഡി. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നടക്കുന്ന ഏതാണ്? മലബാർ കലാപമാണ് അല്ലേ. ആദ്യം നടക്കുന്നത് മലബാർ കലാപമാണ്. രണ്ടാമത് ഏതാണ്? മലബാർ കലാപം 1921 അപ്പോൾ മലബാർ കലാപമാണ് ആദ്യം നടക്കുന്നത്. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് രണ്ടാമത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. പിന്നെ അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണമാണ് അതിനുശേഷം നടക്കുന്നത് അല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞതും ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണമായിരുന്നു അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണമാണ് മൂന്നാമത്തെ. അതിർത്തി ഗാന്ധിയുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ മരണം അത് ഏറ്റവും ലാസ്റ്റാണ് അല്ലേ, 4ാമതാണ്. ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടതിന് ശേഷമാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മരണപ്പെടുന്നത്. അപ്പോൾ മലബാർ കലാപമാണ് ആദ്യം, 2 ആദ്യം. എന്നിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം 3 പിന്നീട്. പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണമാണ് മൂന്നാമത്, അത് 4. പിന്നെ അതിർത്തി ഗാന്ധിയുടെ മരണമാണ് ഏറ്റവും ലാസ്റ്റ്, അത് 1. അപ്പോൾ 2, 3, 4, 1 ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 അത് ശരിയാണ് അല്ലേ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 അടുത്തത് KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതും ശരിയാണ് അല്ലേ. കൊച്ചി മെട്രോയുടെ പ്രവർത്തന ചുമതല ആരാണ് വഹിക്കുന്നത്? KMRL ആണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതും എന്താണ്? ആ പ്രസ്താവനയും ശരിയാണ് അല്ലേ. എന്താണ്? കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതും ശരിയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. അത് തെറ്റാണല്ലേ. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇതിൽ കൊച്ചി മെട്രോയുമായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 1, 2, 3 ആണല്ലേ ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ A മണിപ്പൂരാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. അടുത്ത ചോദ്യം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണെന്നാണ്? ഓപ്ഷൻ A അഹമ്മദാബാദ് ആണ് കേട്ടോ. അപ്പോൾ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണെന്നാണ്. അപ്പോൾ അത് ഏതാണ് വരിക? ഖാരിഫ് ആണല്ലേ. ഓപ്ഷൻ D ആണ്. ഖാരിഫ് കാലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിജ്വൽ പർവ്വതം, ഇതിന് ഉദാഹരണം ഏതാണെന്ന്? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ആണ്. ആരവല്ലിയാണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം
ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? അത് നമ്മുടെ ചുവപ്പ് മണ്ണാണ് അല്ലേ, ഓപ്ഷൻ ബി. ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിലാണ്. അതാണ് ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് ആണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ സി തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത്. മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മിൽപ്പയാണ്. മിൽപ്പയാണ് മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായിട്ട് ചിപ്കോ പ്രസ്ഥാനം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1937 ആണ്. അപ്പോൾ 1937 തിരുവിതാംകൂർ സർവകലാശാലയാണ് 20 വർഷങ്ങൾക്ക് ശേഷം 1957 കേരള സർവകലാശാലയായിട്ട് മാറിയത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി. ദൈവ ദശകവും നവമഞ്ചരിയും ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇത് നവംബർ 11. അതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? അത് ഓപ്ഷൻ സി ആണല്ലേ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനൊക്കെ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് എന്തില്ല? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ.
താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും മാത്രമേ ഉള്ളൂ അല്ലേ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകൾ രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും മാത്രമേ ഉള്ളൂ. 1ഉം 3ഉം ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. ബംഗാളിലാണ് തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഓപ്ഷൻ ഡി ആണ് ട്രാൻകിബാറിലാണ്. ട്രാൻകിബാറിലാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കുണ്ടറ വിളംബരം 1809 അത് ശരിയാണ് അല്ലേ. കുളച്ചൽ യുദ്ധം 1741 അത് ശരിയാണ്. ആറ്റിങ്ങൽ കലാപം 1721 അത് ശരിയാണ്. കുറിച്യ കലാപം 1710 അല്ലല്ലോ, 12 അല്ലേ. അപ്പൊ അതല്ലേ തെറ്റായിട്ട് വരുന്നത്. അപ്പൊ താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത് ചോദിച്ചാൽ അത് കുറിച്യ കലാപമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1812 കുറിച്യ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണെന്നാണ് ചോദ്യം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. അത് ശരിയാണല്ലേ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് തെറ്റാണല്ലേ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അത് ശരിയാണ്. അപ്പോൾ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. 1ഉം 3ഉം ആണല്ലേ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അതെന്താണ്? ശരിയാണല്ലേ. അത് ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അത് ശരിയാണ്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അതെന്താണ്? തെറ്റാണല്ലേ. ആ പ്രസ്താവന തെറ്റാണ്. ബംഗാളിയല്ലേ. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അത് ശരിയാണല്ലേ. ദേശീയ ഗാനത്തിന്റെ അതേ പദവി തന്നെയാണല്ലേ ദേശീയ ഗീതത്തിനുള്ളത്. അപ്പോൾ ദേശീയ ഗീതവുമായിട്ട് ബന്ധപ്പെട്ടത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അത് ശരിയാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. അത് ശരിയാണ് അല്ലേ. ആ പ്രസ്താവന ശരിയാണ്. അടുത്തത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അതും ശരിയാണ്. അടുത്തത്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. അത് തെറ്റാണല്ലേ. ആ പ്രസ്താവന തെറ്റാണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അത് ശരിയാണല്ലേ.
അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതൊക്കെയാണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പോൾ 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവര്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവര്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള അവകാശം അത് ഉൾപ്പെടുന്നതാണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം അത് ശരിയാണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു, അതും ശരിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ന്യൂനപക്ഷങ്ങളുടെ ഇല്ല അല്ലെ, അപ്പൊ അത് തെറ്റാണ്. ആ പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെ വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ്. 4 ആണല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റഷ്യയിലെ കസാനിലെ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1812 കുറിച്യ ലഹള ഉണ്ടായത്. അത് ശരിയാണ് അല്ലേ. കുറിച്യ ലഹള ഉണ്ടായത് 1812 അത് ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരില്ല അല്ലെ, അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. അത് ശരിയാണ് അല്ലേ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. അതും ശരിയാണ്. അപ്പൊ കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1812 കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശരിയായവ ഏത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണെന്നാണ് ചോദ്യം. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. അത് ശരിയാണ് അല്ലേ, ആ പ്രസ്താവന ശരിയാണ്. അടുത്തത്, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതും ശരിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അത് പാലക്കാടും ചേലക്കരയുമാണ്. പാലക്കാടും ചേലക്കരയിലാണ് 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ. പാലക്കാടും ചേലക്കരയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41 നദികളാണ് അല്ലേ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. 41 നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി വയനാടാണ്. വയനാടാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത്? ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ പറമ്പിക്കുളമാണ്. പറമ്പിക്കുളമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അടുത്തത്, കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 20 ആണ്. 20 കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എന്ന് പറയുന്നത് 20 അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി അന്നത്തെ പരീക്ഷയിൽ ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ ആയിരുന്നു കേട്ടോ. ആ സമയത്തെ നമ്മുടെ റോഷി അഗസ്റ്റിൻ ആയിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 5 ജില്ലകളാണ് അല്ലേ 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് അല്ലേ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ എന്തെങ്കിലും അറിയുന്നില്ലെങ്കിൽ ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ച് പഠിക്കണം. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നന്നായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫാൾട്ടായിട്ടുള്ള മേഖലകൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ അത് നമുക്ക് തിരുത്താനും സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.